ഹോട്ടൽ സംബന്ധമായി വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ അടിസ്ഥാനപരമായി ഹൈജീൻ ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കും. അതെ, തീർച്ചയായിട്ടും അത് സത്യമായി അന്വേഷിക്കേണ്ട വിഷയമാണ്. അന്വേഷിക്കണം. ഇവരാണോ നിങ്ങൾക്ക് പാചകം ചെയ്ത് തരേണ്ടത്? അതെ അതെ അതെ. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് വായിലോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ, ഈ വായിലോട്ട് ഇടുന്നത് അയ്യോ ഞാൻ കക്കൂസല്ല, ഞാനൊരു ക്ഷേത്രം വലിയൊരു മസ്ജിദാണ്, ഒരു നല്ലൊരു പുണ്യ സ്ഥാപനമാണ്, ഞാൻ ഈ പറഞ്ഞ കണക്ക് അല്ലേ? അതെ. ഇപ്പോൾ പലതിനകത്തും ചിപ്സ് എന്ന് എഴുതിയേക്കത്തില്ല, ക്രിസ്പ് എന്ന് എഴുതിയേക്കത്തില്ല. ക്രിസ്പ് എന്ന് തന്നെ പേരുള്ള സംഗതികളുണ്ട്. അതിനകത്ത് എങ്ങും എഴുതിയിട്ടില്ല അത് പൊട്ടറ്റോ ചിപ്സാണ്. അതില്ല. ഇത് ടിന്നങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. അതെ അതെ അതെ. ഈ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറക്കുന്ന പരിപാടിയിലായിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അവരുടെ ബുദ്ധി. മനസ്സിലായില്ല? ബുദ്ധി തുടങ്ങുന്നത് ഇവിടുന്ന. അതെ 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 അതെ. മനസ്സിന്ന് വരണമല്ലോ. നമസ്കാരം. ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം. ഇന്ന് നമുക്കൊപ്പമുള്ളത്, ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. കേരളത്തിൻ്റെ തനത് പാരമ്പര്യ രുചി വിഭവങ്ങളെ ഒരു ഗ്ലോബൽ ടച്ചോടുകൂടി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഷെഫ് നളൻ. ഷെഫ് നളനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വളരെ സ്നേഹത്തോടെ ഷെഫ് നളനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് ഈ ഭക്ഷണം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ. നമുക്കിപ്പോൾ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്. നമുക്ക് ഫുഡ് ബ്ലോഗ് അത് അവരുടെ ജോബിൻ്റെ ഭാഗം പലതുമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭക്ഷണത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി, അതിൻ്റെ ഒരു തനിമ ഇത്ര ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ഒരാളെ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ഷെഫ് നളൻ എന്നുള്ള എപ്പോഴും ഞാൻ വീഡിയോ ഫോളോ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഈ വേദിയിൽ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്, നമ്മൾ ഷൈൻ നളൻ എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നളൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതം വനപർവ്വത്തിൽ നിന്ന് കടമെടുത്ത ഒരു ആശയമാണ്. ഈ ഷൈൻ എന്നുള്ള ആളോട് ചേർന്ന് ഈ നളൻ എങ്ങനെയാണ് വന്നു തുടങ്ങിയത്? പാചകത്തിലെ അതിനിപുണനാണ് പറയപ്പെടുന്നത് നളൻ, പുരുഷ പാചകത്തിൽ. അപ്പോൾ ആ നളൻ എന്നുള്ള പേര് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയിച്ചിട്ട് തുടങ്ങാൻ. അതിന് ആദ്യം ഞാൻ സുജിത്തിനോട് നന്ദി പറയണം. കാരണം വീട്ടിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ നെയിം, രജനീകാന്ത് ഇല്ലെങ്കിൽ ഇപ്പോൾ സൽമാൻ ഖാൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്ക്രീൻ നെയിം, മമ്മൂക്കയ്ക്ക് സ്ക്രീൻ നെയിം ഉണ്ട്. അപ്പം സ്ക്രീൻ നെയിം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ സ്വഭാവത്തിന് വലിയൊരു മാറ്റമുള്ളൊരു മനുഷ്യനല്ലേ. പിന്നെ ടോണി ചേട്ടൻ ഒരു 10 വർഷം മുമ്പ് കണ്ടിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇന്നും ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ മാറ്റമില്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ NALAN എന്ന് പറയുന്നൊരു പാലൻഡ്രോമാണ് മലയാളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാലൻഡ്രോം, ഇംഗ്ലീഷ്. അതെ അതെ, പാലൻഡ്രോമാണ്. അപ്പം ഇവിടുന്ന് എഴുതിയാലും ഇവിടുന്ന് മാറ്റമില്ലാത്ത മനുഷ്യൻ നളൻ. അപ്പം അതെനിക്ക് പറ്റിയൊരു പേരാണെന്ന് പറയും. പിന്നെ ഈ നളനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തത് സുജിത്താണ്. ഇപ്പം സുജിത്ത് ബിഗ് TVയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സുജിത്താണ് ഇത് എന്നെ പറ്റിയൊരു 20 മിനിറ്റ് ഫീച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട്. കാരണം ഞാൻ കൃഷി ചെയ്ത് ഞാൻ അരി കഴുകി ഉണക്കി പൊടിച്ചാണ് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിനൊരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ കേരളത്തിൽ ഒരുപാട് സഫറിങ് ആണ് അത്. കാരണം നമുക്കൊന്നും ഫെസിലിറ്റേറ്റ് ചെയ്യാറില്ല. അപ്പം നമ്മളൊരു പ്രസ്ഥാനം എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. അതെ, അത് മാത്രമല്ല അത് പൂട്ടിക്കാൻ അതിനെക്കാട്ടി എളുപ്പമാണ്. പലരും തുടങ്ങുന്നു, അതുപോലെ തന്നെ പൂട്ടുന്നു. കാരണം തുടങ്ങാൻ നമ്മൾ മാത്രം കഷ്ടപ്പെട്ടാണ്, പക്ഷെ പൂട്ടിക്കാൻ ബാക്കി എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഒന്നുമല്ല, ഇഷ്ടപ്പെട്ട് അങ്ങ് പൂട്ടിച്ചേരും. അപ്പം ഞാൻ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് സഫർ ചെയ്താൽ ഓരോ നിലനിർത്തുന്നത്. അപ്പോൾ പല പ്രസ്ഥാനങ്ങളും നമ്മൾ തുടങ്ങുന്ന സമയത്താണെങ്കിലും നമ്മളുടെ അടുത്ത് ആനയുടെ ഐഡിയാസൊക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഫോൺ കോളൊക്കെ വിളിച്ച്, പക്ഷേ അവൻ്റെ പോക്കറ്റിനകത്ത് ഒരു ആട്ടുംകുട്ടിയെ വാങ്ങിക്കേണ്ട കാശ് കാണും. അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ ഇവിടുത്തെ വലിയ കോടീശ്വരനോ ഒന്നുമല്ല. അപ്പം നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷകളിലായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ആ പ്രതീക്ഷയിൽ ഇപ്പം നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു, ചേട്ടാ ഇപ്പം നമ്മളൊരു 50 ലക്ഷം രൂപയുടെ കാര്യം നമ്മളൊരു 5 ലക്ഷം രൂപയ്ക്കായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. താങ്കൾ ഇപ്പം എൻ്റെ കള്ളുഷാപ്പ് കണ്ടാൽ, എൻ്റെ ഇവിടുന്ന് മുട്ടിയറയിലുള്ള എൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടാൽ, ഞാൻ ടോണി ചേട്ടൻ എന്ന് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക, 100 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ റെസ്റ്റോറൻറ്റ് പറയാം ഇല്ല, ഒന്നുമില്ല. അതാണ് മുട്ടിയറയിലെ ഷെഫ് നളൻ എന്ന് പറയുന്നത്. എൻ്റെ അവിടെ ലോട്ടറി ടിക്കറ്റ് വയ്ക്കുന്ന ചേച്ചിമാരും എന്നെ അത് കൂടപ്പുറപ്പായിട്ട് കാണുമെന്ന് പറയാം. അതേപോലെ അവിടെ തടി അറക്കുന്ന ചേട്ടന്മാർ, കൽപ്പണി മേശ്ശേരി, സാധാരണക്കാരുടെ സ്ഥലമാണ്, അവരും വരുന്നുണ്ട്. USA നിന്നും ജർമ്മനിയിൽ നിന്നും വരെ ഗസ്റ്റ്. അപ്പം എൻ്റെ സമൂഹം അതാണ്. അപ്പം ഞാൻ അങ്ങനെ ഇപ്പം എന്നെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നൊന്നുമില്ല. എനിക്ക് പണിയറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ തട്ടുകട ഇട്ടാലും ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കും. പക്ഷേ നമ്മളൊരു കാര്യം സമൂഹത്തിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ അല്ലേ, നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനും ഒരു ഇൻപുട്ടും വേണം. ആ ഒരു രസക്കൂട്ടുകളുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ പാചക രീതി പറയുമ്പോൾ. അപ്പോൾ അതാണ് നമ്മളെ പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ പല പ്രസ്ഥാനങ്ങളും ഇപ്പോൾ തുടങ്ങാറില്ല.
തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പലതും നമ്മൾ വിട്ട് കളഞ്ഞതിൻ്റെ റീസൺ നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നൊരു വ്യക്തിത്വം ഈ ജാക്ക് പോട്ട് അടിക്കണമെന്ന് പറഞ്ഞാൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ മണി ഈ മൾട്ടിപ്ലൈയിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാരണം കൊല്ലത്തൊക്കെ ഒരു കോടീശ്വരൻ എത്ര 1 കോടിയോ 50 ലക്ഷമോ ഒക്കെയാണ് ഇതാണ് ആൾക്കാർ ഒരു 2 ദിവസം കൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ VPVV തട്ടിപ്പ്, മനോരമ വളരെ ഗംഭീരമായിട്ട് അതിനെക്കുറിച്ച് പരമ്പര എഴുതുന്നുണ്ട് എല്ലാ ദിവസവും. കുറ്റം പറയുന്ന കാര്യമില്ല, പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഈ പരമ്പരയ്ക്ക് പകരം എന്തുകൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യാൻ കാര്യമില്ല. കാരണം സാറ് മനസ്സിലാക്കണ്ടേ, നമ്മൾ ഇപ്പോൾ ഒരു പൈസ ഒരാളെ നിന്ന് വാങ്ങിച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരുത്തനാണെന്ന് വെച്ചു. ടോണി ചേട്ടൻ കഷ്ടപ്പെടുന്ന ഒരാളാണ്. ഐ എം റെഡി ടു ഇൻവെസ്റ്റ് 5 ലക്ഷമോ 10 ലക്ഷമോ. കാരണം ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ട്, ഇയാളെ കൂടെ നിന്നാണ്. ഇതങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് 2 ബെഡ്റൂം ഫ്ലാറ്റ് വേണം, കാർ പാർക്കിംഗ് വേണം, പിന്നെ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് നിർബന്ധമാണ്, എന്നിട്ട് 250 കുണവയും കാണാൻ കഴിയും. അതെ അതെ അതെ, പണ്ടത്തെ നാടോടിക്കാറ്റ് സിനിമയിലെ കാര്യം. ഈ കുണവ വെച്ചിട്ട് വേണം ഞാൻ ഇയാൾക്ക്, ഞാൻ പിന്നെ ശരി കൂടാ നമുക്ക് ചെയ്യാം. ഗതികേടാണ് പറയാം, പിന്നെ അങ്ങോട്ട് ഗതികേടുകളാണ്. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മളെപ്പോലത്തെ ആൾക്കാരാണെന്ന് കരുതും. അങ്ങനെ ആവണമെന്നില്ല. അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളില്ല. അതൊരു വലിയ മെറിറ്റാണ്. എൻ്റെ സംസ്ഥാനത്ത് എൻ്റെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ എന്നാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മമാരെന്ന് പറഞ്ഞാൽ ഞാൻ ആ നാട്ടിൽ നിന്നും സംഘടിപ്പിച്ച അമ്മമാർ. അപ്പോൾ കാരണമെന്ന് വെച്ചാൽ ഒരു വൃത്തിയും ഇല്ലാത്ത ഒരു സമൂഹം, ഒരു വൃത്തിയില്ല. ഞാൻ പടിയടച്ച് പറഞ്ഞെന്നോ ഇനി അതൊന്നും അല്ല. എൻ്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നിട്ടുള്ള ആൾക്കാരില്ലേ, ഹോട്ടൽ സംബന്ധമായി വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ അടിസ്ഥാനപരമായി ഹൈജീൻ ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കുക. അതെ, തീർച്ചയായിട്ടും അത് സത്യമായി അന്വേഷിക്കേണ്ട വിഷയമാണ്. അന്വേഷിക്കണം. ഇവരാണോ നിങ്ങൾക്ക് പാചകം ചെയ്ത് തരേണ്ടത്? നിങ്ങൾ പോയി ഈ കഷ്ടപ്പെട്ട് ഇരുന്ന് ഈ ചൂടത്ത് ഇപ്പം തന്നെ ഇവിടെ താഴെയും മേളിലും ഒക്കെ ഓടി പാവപ്പെട്ട ചെറുപ്പക്കാർ ഇന്നത്തെ ഈ കാശും വാങ്ങിച്ചിട്ട് ഇവർ ഈ പൈസ കൊടുത്ത് കഴിക്കുമ്പോൾ അവരിലെ രാജാവിനെയാണോ ഉണർത്തേണ്ടത്? അതെ 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 അതെ, അവരിലൊരു രാജാവില്ലേ ഉണ്ട്. ആ കാശും കൊണ്ടുപോയി പല്ലും തേക്കാതെ കുളിക്കാത്തയും ചവരിക്കാത്തയും ഇവൻ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ വയറ് നിറച്ച് തിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് സമ്പാദിക്കുന്നത്? എൻ്റെ സിമ്പിൾ ചോദ്യം. നിങ്ങളൊരു 10 രൂപ അധികം കൊടുക്കൂ, നിങ്ങളൊരു രാജാവല്ലേ? അതെ, നിങ്ങൾ 20 രൂപ അധികം കൊടുക്കൂ, എന്നിട്ട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ചോദിച്ചോ, ചേട്ടാ എങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണയിലാണോ? അതെ അതെ, പാമ്പ് വേണ്ട ചേട്ടാ, വെളിച്ചെണ്ണയിലാണെങ്കിൽ ചേട്ടാ ഒരു 10 രൂപ അധികം എടുത്തു. ചേട്ടാ ചായ ഇടുമ്പം എനിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചേട്ടാ ഒരു 10 രൂപ അധികം വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യണം. അതിവിടെ എത്ര പേർക്കുണ്ട്? എവിടെങ്കിലും കടിയിടയിൽ അവിടെ കടിക്ക് 5 രൂപ ഉള്ളെന്ന്. എൻ്റെ ചോദ്യം, അയാളെന്തോ ഈ മജീഷ്യനാണോ? അതെ അതെ, ഒരേ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുമ്പോൾ കാണാം ചെറുകടി പൊരി 5 രൂപ 7 രൂപ എങ്ങനെ കൊടുക്കും? അല്ല പറഞ്ഞ വലിപ്പം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഞാൻ 1 കിലോ ഏത്തക്ക വാങ്ങിച്ചു തരാം, എനിക്ക് 5 രൂപയ്ക്ക് ഒരു പഴംപൊരി ഉണ്ടാക്കിത്താ. ഒരിക്കലും പോസിബിൾ, ഇറ്റ് ഈസ് ക്ലോസ് ടു ഇമ്പോസിബിൾ. അതെ, ഒരു നല്ല വെളിച്ചെണ്ണയ്ക്കകത്തോ ഒരു നല്ല ഏത്തയ്ക്ക വാങ്ങിച്ച് ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏത്തയ്ക്കപ്പം 5 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വീട്ടിൽ പറ്റില്ല, പിന്നാണോ നിങ്ങൾക്ക് നാട്ടിൽ? അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് വായിലോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ, ഈ വായിലോട്ട് ഇടുന്നത് അയ്യോ ഞാൻ കക്കൂസല്ല, ഞാനൊരു ക്ഷേത്രം വലിയ ഒരു മസ്ജിദാണ്, ഒരു നല്ലൊരു പുണ്യ സ്ഥാപനമാണ്, ഞാൻ ഈ പറഞ്ഞ കണക്ക് അല്ലേ? അതെ, സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കട്ടെ. അപ്പം സാർ ടോണി ചേട്ടൻ നേരത്തെ പറഞ്ഞ സാംസ്കാരികമായി ചിന്തിക്കുമ്പോൾ ഞാൻ ഒരാളെ വിലയിരുത്താൻ ടോണി ചേട്ടന് പറഞ്ഞുതരാം. അവരുടെ പ്ലേറ്റിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് അവരാരാന്ന് കാണാം. അവർ കഴിക്കുന്നത് എന്താണെന്ന് നോക്കി കാണാം, അറിയാൻ പറ്റും. സ്റ്റൈൽ ഓഫ് ഈറ്റിംഗ്, കഴിക്കുന്നത് എന്ത്, എങ്ങനെ കഴിക്കുന്നു, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. ചിലർ കഴിക്കുന്നത് കാണാം, അതെ, ഇലയൊക്കെ തുറന്ന് ഭയങ്കര ഭവ്യതയോടുകൂടി അവരാ കൈയൊക്കെ കഴുകി വന്നിരുന്ന് പുറമനെ എന്നിട്ട് നോക്കി ആ പൊരിച്ച മീനൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് ആ ചമ്മന്തി അങ്ങോട്ട് എടുത്ത് മാറ്റി, എന്നിട്ട് ആ തുടക്കത്തിൽ ആ ശകലം ചമ്മന്തി എടുത്ത് ആ ചോറൊന്ന് ഞവടി, ആ ചോറും ആ ചമ്മന്തിയും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അല്ലേ അവൻ്റെ കഴിക്കുന്ന സ്റ്റൈൽ കഴിക്കുന്ന ഒരു ഫീലുണ്ട്. ചിലവന്മാർ കഴിക്കുന്നതാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ തന്നെ അറിയാം. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ പറയാൻ പറ്റില്ല, കേരളത്തിലെ ഒഫീഷ്യലി ഒരു സെഗ്മെൻറ്റ് ചെന്നപ്പോൾ അവിടുത്തെ ഒരു 2nd റാങ്കിൽ പെടുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഒരു പാത്രം നിറച്ച് ചോറ് കൂന കൂട്ടി അതിൻ്റെ കുറച്ച് സാമ്പാറൊക്കെ ഇട്ട്
ഇത് ഭക്ഷണം കണ്ടിട്ടില്ലാത്തവർ കഴിക്കുന്ന പോലെ കണ്ടപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ് ഇവിടുത്തെ സംസാരം. അതെ, ആണോ അല്ലയോ? അതെ, തീർച്ചയായിട്ടും ശരിയല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതെ അതെ അതെ. ടോണി ചേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈച്ച, പൂച്ച, പട്ടി, പഴുതാര, പാമ്പ്, ചേര, ഇല്ലെങ്കിൽ കാക്ക, പരുന്ത് സ്വാഭാവികമായി എൻ്റെ ചെടികളോ ഇല്ലെങ്കിൽ എൻ്റെ പച്ചക്കറികളോ എൻ്റെ ഫ്രൂട്ട്സോ തിന്നരുത്, നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞാനിതിന് മരുന്നടിക്കും. ആണോ അല്ലയോ? തീർച്ചയായിട്ടും. ഈച്ച തൊടരുത്, പാറ്റ തൊടരുത്, ആണോ? കാക്ക എടുക്കരുത്, ശരിയല്ലേ? സ്വാഭാവികമായിട്ട് താങ്കളൊരു പാറ്റയാണെങ്കിൽ താങ്കൾ മാറി നിന്നിട്ട് ആലോചിക്കും, ഇല്ല പരമതാറിയോ അതിലെല്ലാം ചെടിക്കും എല്ലാം മരുന്നടിച്ചിട്ടുണ്ട്, എന്നിട്ട് തീറ്റിപ്പോട്ടുന്ന അവൻ്റെ പെങ്ങളെയും അമ്മയും അവൻ്റെ മക്കളെയും തന്തയും തള്ളയോ, എന്തൊരു പണ്ടന സത്യം അല്ലേ? താങ്കൾ ഈച്ചയാണെങ്കിൽ അവൻ മണ്ടൻ അവൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? അവൻ എന്തൊരിടാ അവൻ പോലെ അതിനൊക്കെ മരുന്നടിച്ചത് നമ്മൾ തിന്നരുത്. പിന്നെ ആരാ തിന്നുന്നത്? അവന്റെ സ്വന്തം മകനും പെണ്ണും പിള്ളയൊക്കെ ഇരുന്നതാ. ജൈവം പറയുന്നത് ഇല്ല ഇപ്പോ അല്ലേ? ഇതിലും വലിയ മനുഷ്യ മണ്ടത്തരം വേറെ ഏതെങ്കിലും ഈച്ചയോ പൂച്ചയോ എലിയോ പഴുതാരയോ പട്ടിയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എന്തോ വിദ്യാസമ്പന്നരാന്നാ പറയുന്നത്. ആദ്യം നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ട് ഏറ്റി വെക്കുന്ന സാധനങ്ങൾ വിഷരഹിതമാണോ എന്ന് നോക്കുക. നമുക്ക് അതിനൊരു മെക്കാനിസം ഇല്ല. അവിടെയാണ് ഒരു പ്രശ്നം, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇല്ല, എവിടെ ഇല്ല. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് ചില പച്ചക്കറി സിനിമകളിലൊക്കെ കാണാം, ജൈവ പച്ചക്കറി വേണ്ടവന് ഒരേ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന സാധനത്തിൽ അവന് ജൈവം എടുത്ത് കൊടുക്കാൻ പറയാം. സംഗതി രണ്ടും ഒന്ന് തന്നെ. ഇപ്പൊ ചായ തന്നെ നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലോ, ഒരേ ചായ തന്നെയാണ് പലർക്കും പല വിത്തും പലതുമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ചായയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. 15 രൂപ ഇപ്പോൾ ചായക്ക് മേടിക്കുന്നത്, പക്ഷെ അത് ന്യായമാണ്. നല്ല ചായ ആണെങ്കിൽ മേടിക്കാം. നമ്മൾ ഒരു പാക്കറ്റ് മിൽമ പാൽ 1 ലിറ്ററിൻ്റെ പാല് വാങ്ങി 30 രൂപയോളം കൊടുക്കണം. അതിനകത്തൊന്നും മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ 4 ചായ കൂടുതൽ കിട്ടില്ല. ഞാൻ ടോണി ചേട്ടന് ഒരു പരസ്യമായ കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഷെൽഫിലിരിക്കുന്ന ഏത് റെസ്റ്റോറൻറ്റിലോ ഇല്ലെങ്കിൽ ഷെൽഫിൽ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുക, പാലെടുക്കുക ഇല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റും എടുക്കുക, അതിനകത്ത് 100% കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന്, അണ്ടിപ്പരിപ്പ് എടുക്കുക, കപ്പലണ്ടി എന്തെടുക്കുക, ഏലക്ക എടുക്കുക. ഏലക്കയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുത്തം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വയനാട്ടിലുള്ള എൻ്റെ പൊന്നേട്ടാ ഞങ്ങൾക്ക് ഇത് മരുന്നടിക്കാതെ ഇറക്കാൻ പറ്റില്ല, അത് കിട്ടില്ല, പ്രൊഡക്ഷൻ കിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു നല്ല സൊസൈറ്റിയിൽ ഒരു ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അതിനുള്ള ഫെസിലിറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കണം. അതിനേക്കാൾ ഉപരി അവയർനെസ്സും കൊടുക്കണം. അവനവൻ്റെ സിറ്റിസൺ, അവനവൻ്റെ അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റിലുള്ള ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഒന്ന്, ഈ പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ ചെന്നെന്ന് വെച്ചു. ഇപ്പോൾ ചേട്ടാ സിംഗപ്പൂർ പോയിട്ടുണ്ടോ? ഇല്ല, സിംഗപ്പൂർ ഏത് രാജ്യത്താണ് പോയിട്ടുള്ളത്? ദുബായിലാണ് കൂടുതൽ. ഇപ്പോൾ ദുബായി ചെന്നിറങ്ങുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ദുബായ്, പഴയ ദുബായ് അല്ല, ഇപ്പോൾ ദുബായി ചെന്നിറങ്ങും, ഇല്ലെങ്കിൽ ഇപ്പോൾ സിംഗപ്പൂർ ചെന്നിറങ്ങുന്നു, ഇല്ല ഇപ്പോൾ ലണ്ടനിൽ ചെന്നിറങ്ങുന്നു, എന്തിനാ തായ്ലൻഡിൽ ചെന്നിറങ്ങുന്നു. അപ്പോൾ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞാൽ വെൽക്കം സർ, പാസ്പോർട്ട്, ഓക്കെ യു ആർ ടൂറിസ്റ്റ് എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വിസയൊക്കെ അടിച്ച് താങ്ക് യു കം ബാക്ക് അഗൈൻ അല്ലേ? ഇതാണ് തായ്ലൻഡ് സ്റ്റൈൽ. പോയിട്ടുള്ളവർക്ക് അറിയാം, ഞാനും പോയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടെ താങ്കൾ ഇതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടാക്സിക്കകത്ത് പ്ലീസ് കം സർ, സിറ്റ് ഡൗൺ, വിച്ച് പ്ലേസ് ഡു യു വാണ്ട് ടു ഗോ? ഇപ്പോൾ സിംഗപ്പൂരിലാണ്. യെസ് സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഇതാണ് താങ്കൾ നേരെ ഇവിടുത്തെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങാം. മാറിയുന്ന നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലേ? ലൈലോട്ട് മാറിയുന്ന ഇതാണ് കേരളം. അവിടെ അപ്പോൾ താങ്കൾ തന്നെ അറിയിച്ചേ ഇതെന്ത് പറ്റി? അത് കഴിഞ്ഞ് താങ്കൾ ബസ് കയറാൻ മതി. ഇത് പന്നിഷെഡാണോ ബസ്റ്റാണോ? അപ്പോൾ കാണത്തില്ല. പിന്നെ താങ്കൾ വെള്ളം കുടിക്കാൻ ചെല്ലുന്ന കട. അപ്പോൾ ടോട്ടലി നമ്മളിലെ ഒരു മനുഷ്യനെ ഡിപ്രസ്ഡ് ആക്കി കളയും, അല്ലെങ്കിൽ നമ്മളെ ഡീമോറലൈസ് ചെയ്ത് കളയും. നമ്മൾ അങ്ങനെയാണ്. അപ്പം താങ്കൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അതിഥി ദേവോ ഭവ. അപ്പോൾ താങ്കൾ നമ്മുടെ അടുത്ത് വരുമ്പം നമ്മളെ ഉള്ളത് വെച്ചിട്ട് ചേട്ടാ ഇരിക്കും, അതെ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു ഉള്ളത്. നമ്മളങ്ങനൊന്നും വലിയ ഡെക്കറേഷൻ നമ്മളൊക്കെ ശരാശരി ഒരു സാധാരണ കുടുംബം. തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് തരുന്ന ഒരു ഗ്ലാസ് വെള്ളം, അതെ, അത് വൃത്തിയും ശുദ്ധവുമായിരിക്കണ്ടേ? അതെ അതെ ഭഗവാനെ. പിന്നെ നമുക്ക് തരുന്ന ആഹാരം ഇത് നമ്മളുടെ ഇപ്പം താങ്കൾ സിംഗപ്പൂരിലെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. ഒരു കൊക്കക്കോള എടുത്താൽ ഇല്ലെങ്കിൽ ഒരു ഫിസി ഡ്രിങ്ക്, താങ്കളിപ്പോൾ സിംഗപ്പൂരിൽ ഒരു ഫിസി ഡ്രിങ്ക് എടുത്താൽ അവിടുത്തെ ഷുഗർ ലെവലിനെക്കാട്ടിയും 15%
15% കൂടുതലാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഫിസി ഡ്രിങ്കിൻ്റെ ഷുഗർ ലെവൽ. അതാ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും, ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞെടുത്ത് കുടിക്കുന്ന മുഴുവൻ വെറും പഞ്ചസാര വെള്ളമാണ്. അതേ സമയത്ത് ഒറിജിനലുള്ള ഒരു നാച്ചുറൽ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാൻ പോലും താല്പര്യപ്പെടുന്നൊരു കുറവാണ്. ഇതിലെന്തോ പുറത്തുനിന്ന് വരുന്ന സാധനത്തിന് എന്തോ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ ട്രെൻഡ് മാറാൻ നമുക്ക് എന്തെങ്കിലും? അല്ല, എൻ്റെ ചോദ്യം, നിങ്ങളത് കഴിക്കുക, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുക. നിങ്ങൾ ഈ കൊച്ചു പിള്ളേർക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് എന്തിനാണ് ഈ വിഷം വാങ്ങിച്ചു കൊടുക്കുന്നത്? അതെ, എൻ്റെ കുട്ടി എള്ളുണ്ട തിന്നത്തില്ല ചേട്ടാ, എൻ്റെ കുട്ടി അയ്യോ ഹി ഡസൻ ലൈക്ക് നാടൻ ഫുഡ്. അതാണ്. പിന്നെ നിങ്ങൾ എന്തോ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വിഷമോ? അവർ ഈ ബർഗറും ചിപ്സും ഒക്കെ വാങ്ങിക്കൊടുക്കും, ആവശ്യത്തിന് വാങ്ങിക്കൊടുക്കും. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മയനൈസ് അവർ അല്പം കണ്ടാമിനേറ്റഡ് ആയി തുടങ്ങിയാൽ അത് എന്തെല്ലാം പ്രോബ്ലത്തിലേക്ക് വരും. ഇപ്പോൾ അടുത്തിടെ മന്തിക്കടകളിലൊക്കെ വന്നിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഞാൻ എന്താ പറഞ്ഞത്, ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഈ കൈയക്ഷരം നന്നാവാത്തതിന് പേനയെ കുറ്റം പറയരുത്. സത്യമാണ്. ഓക്കെ, ഗവൺമെൻറ്റിന് അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് കരുതിക്കും. ഉണ്ട്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് നോക്കാൻ ലിമിറ്റേഷൻസ് ഇല്ലല്ലോ. ഇല്ല, ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലേ? പിന്നെ ഈ പ്രതിസന്ധിയിൽ എൻ്റെ കുട്ടികളുടെ മനോധൈര്യം പോലും ചോർന്നു പോരുത്. കാരണം എടാ, ഒരു മത്സരത്തിന് നീ പങ്കെടുത്തു, നീ തോറ്റു, കല്ലി നമുക്ക് അടുത്ത് നോക്കാം എന്നുള്ള ആത്മധൈര്യം കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമല്ലേ? അതെ. അപ്പം നമ്മുടെ ഈ അവയർനെസ് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പല സമയത്ത്. ഇപ്പം നമ്മൾ പേരൻസിനൊക്കെ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ ന്യൂജൻ ജനറേഷനാണല്ലോ. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയറും അല്ലാണ്ടായിപ്പോയ ഒരു കാലത്താണിത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ തിരക്ക്, അതിനപ്പുറമുള്ള അഹങ്കാരവും ജാടയൊക്കെയാണ്. അപ്പോൾ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പോൾ മക്കളിലേക്കുള്ള അവയർനെസ്സിൽ പോലും പേരൻസ് ഒരുപാട് താഴേക്കിടയിലേക്ക് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ബലമായ സംശയമുണ്ട്. അതൊക്കെയാണോ ഇതിൻ്റെ ഒരു ട്രെൻഡ്? പിന്നെ എല്ലാവർക്കും 1-2 ഉള്ളൂ. അവർ ചോദിക്കുന്ന എന്തും കൊടുക്കുക. പണ്ടൊക്കെ നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഉള്ളത് കൊണ്ട് ഒരു മിഠായി ഉണ്ടെങ്കിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്ന ശീലമുണ്ട്. ഇപ്പം അതൊന്നുമില്ല, എന്തും വാങ്ങി കൊടുക്കുക. അവർക്കെല്ലാ ദൂരത്തും പഠിപ്പിച്ച് പുതിയ ജൻസി കുട്ടികളെ വഴിപിഴച്ചു പോയൊരു തലമുറയാക്കി മാറ്റുന്നതിൽ മാതാപിതാക്കൾക്കും അതിനൊപ്പം തന്നെ വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെട്ട് പോയ സമയത്ത് അധ്യാപകർക്കും പങ്കുണ്ടെന്നാണ് ഞാനിപ്പോഴും ബലമായി വിശ്വസിക്കുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണെന്ന് വല്ലാണ്ട് നമ്മളെ ഹോണ്ട് ചെയ്യും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കുട്ടികളെ ഈ പറയുന്ന സ്കൂളുകളിലും ഈ പറയുന്ന സ്ഥാപനങ്ങളിലും വിടുന്നത് നിർത്തുക. ഇപ്പോൾ വീട്ടിൽ ഇരുന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചു. ഹോം സ്കൂളിംഗ് ഇല്ലേ? ഉണ്ട്. എന്തിനാ സ്കൂൾ വിദ്യാഭ്യാസം? ഈ സ്കൂൾ വിദ്യാഭ്യാസം എന്തിനാണ്? ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ അല്ലേ? ഒരു ബോഡിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവാൻ അല്ലേ? ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ടാവണം, ഒരു മെന്റൽ സ്ട്രക്ചർ ഉണ്ടാവണം, ഒരു സോഷ്യൽ മിംഗ്ലിംഗ് ഉണ്ടാവും അല്ലേ? 1700-2000 സ്കൂൾ CBSE സ്കൂളുകൾ തന്നെ ഉണ്ട്, ഗവൺമെന്റ് സ്കൂളുകൾ വേറെ. എൻ്റെ ചോദ്യം, ഇത്രയും കുട്ടികളെ പഠിച്ചിറക്കുന്ന അവർ കുറേ യുവജനോത്സവത്തിൽ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷേ ഈ കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയർ ആവാൻ ഒരു പയ്യൻ പഠിക്കാൻ പോയി. ആ പയ്യൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എഞ്ചിനീയറിങ്ങിന് പോയി, ഞാനും പോയി. ഓട്ടോമാറ്റിക്കലി പറഞ്ഞ മനസ്സിലായി. ഈ ഒരു മങ്കി മൈൻഡഡ് തോട്ട്, ഈ മങ്കി മൈൻഡ് ഒരുത്തൻ ഈ മങ്കി ആൻഡ് ദ ക്യാപ്സലർ, കുരങ്ങൻ തൊപ്പിയെടുത്തെറിഞ്ഞപ്പം ഒരുത്തൻ തൊപ്പിയെടുത്തെറിഞ്ഞപ്പോൾ കുരങ്ങനും തൊപ്പിയെടുത്തെറിഞ്ഞു. ഈ മങ്കി മൈൻഡഡ് തോട്ട് ഒരു എത്ര കുട്ടികളുണ്ട്. ഇവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. നിങ്ങളെ അച്ഛനും അമ്മമാർക്കും സമയമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ തന്തയുടെയും തള്ളയുടെയും ഫോൺ എടുത്ത് നോക്കുക. എത്ര സ്ക്രീൻ ടൈം അവർ അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 10 മിനിറ്റ് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതെ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, സ്പെൻഡ് അല്ല. അത് നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അതിനുശേഷം നിങ്ങളെ മക്കൾ വഴി പഴിച്ചാൽ നിങ്ങൾ പ്രശ്നമല്ല. നിങ്ങൾ ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ചെയ്യും. നിങ്ങളൊരു സ്കൂളിൽ പോകുമ്പോൾ 50 പ്രാവശ്യം അന്വേഷിക്കും. നിങ്ങൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സിനിമയെ പറ്റി 50 പ്രാവശ്യം അന്വേഷിക്കും. ലോകത്തുള്ള റിവ്യൂകൾ മൊത്തം ഇരുന്ന് കാണാം. നിങ്ങളെ മകൻ്റെയോ മകളുടെയോ വായിക്കകത്തോട്ടൊരു ഫുഡ് വയ്ക്കുമ്പം ഇപ്പോൾ പലതിനകത്തും ചിപ്സ് എന്ന് എഴുതിയേക്കത്തില്ല, ക്രിസ്പ് എന്ന് എഴുതിയേക്കത്തില്ല. ക്രിസ്പ് തന്നെ പേരുള്ള സംഗതികളുണ്ട്. അതിനകത്ത് എങ്ങും എഴുതിയിട്ടില്ല അത് പൊട്ടറ്റോ ചിപ്സ് ആണ്. ഇത് ടിന്നങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. ഈ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറക്കുന്ന പരിപാടിയിലായിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അവരുടെ ബുദ്ധി. മനസ്സിലായില്ലേ? ബുദ്ധി തുടങ്ങുന്നത് ഇവിടുന്ന. അതെ മനസ്സിൽ നിന്ന് വരണമല്ലോ ബുദ്ധി. വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു. നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഫുഡിനെ ബേസ് ചെയ്ത് ഞാൻ പറയുന്നത്, കാച്ചിൽ, ചേന, ചേമ്പ്, ഇതിനെന്താ പ്രശ്നം? ഏറ്റവും നല്ല ഫൈബർ കണ്ടിട്ടുള്ള ഫുഡല്ലേ. എന്താ പ്രശ്നം? നിങ്ങൾ ഇത് പേര് കേൾക്കുമ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പേര് ഇപ്പം നിങ്ങൾ മരച്ചീനി അല്ലെങ്കിൽ ഇപ്പം കാച്ചിൽ അതൊക്കെ പറയുമ്പോഴത്തേക്കും മലയാളീകരിച്ചു. ഇപ്പം താങ്കളെ ഞാൻ വീട്ടിലോട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കാം. ഞാൻ താങ്കൾക്ക് വന്ന് എന്തുകൊണ്ട് ഷെഫെ കഴിക്കാം? ഞാൻ പറഞ്ഞ
കപ്പയുണ്ട്, നല്ല ബീഫ് ഒലത്തിയതുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നല്ല കാന്താരി ചമ്മന്തിയുണ്ട്. അപ്പം പറയുന്നു, ഓഹ് നാടനാമോ? ഞാൻ ചോദിക്കുക, സ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഇന്ന് സ്റ്റേക്ക് ചെയ്യുന്നു. എന്താ സ്റ്റേക്ക്? ബീഫ് സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ആ ബീഫ് സ്റ്റേക്ക് എന്തൊക്കെയാണ്? അതിൻ്റെ കൂടെ മാഷ്ഡ് പൊട്ടാറ്റോസും സ്റ്റീംഡ് വെജിറ്റബിൾസും ഉണ്ട്. മാഷ്ഡ് പൊട്ടാറ്റോസും സ്റ്റീംഡ് വെജിറ്റബിൾസ് മലയാളത്തിൽ പറഞ്ഞ കിഴങ്ങുടച്ചത്, ആവി പുഴുങ്ങിയ പച്ചക്കറി, ചുട്ടയിറച്ചി. ഇത് പറഞ്ഞാൽ നിങ്ങൾ വരില്ല. അപ്പൊ പിന്നെ അല്ലേ, പുഴുങ്ങിയത് അവിച്ചത് തിന്നാൻ നിനക്ക് പോവാം, ഒലത്തി തിന്നാൻ വയ്യേ? ലാംഗ്വേജ് കൾച്ചറിന്റെ ഒരു വ്യത്യാസം അല്ലേ? എന്റെ ലാംഗ്വേജ് മോശമാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ തെറി. ഐ ഹാവ് ടു ഗ്ലോറിഫൈ ഇറ്റ്. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്കിപ്പോ ഷെഫ് നളന്റെ പോസ്റ്റുകളിൽ ഒരുപാട് ട്രോളുകൾ വരാറുണ്ട്. അല്ല, ഇതിന്റെയൊക്കെ കാര്യം എന്താണെന്ന് നോക്കി കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി നത്തിങ്. പക്ഷെ അത് ട്രോള് ചെയ്യേണ്ടവൻ അവന്റെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഐ ഫീൽ സോ സാഡ് ഫോർ ദം. വൈ ഷുഡ് ദേ ഡു ദാറ്റ്? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് വിജയൻ അല്ലേ, വിജയൻ. മൈ ഡാഡ്സ് നെയിം ഇസ് വിജയ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വിജയൻ നമ്മൾ പറഞ്ഞ അപ്പൊ എന്റെ തനിമയെ ഞാൻ ഗ്ലോറിഫൈ ആണ്. കൂടെ നിൽക്കുന്നേ നിൽക്കാം. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അതല്ലാണ്ട് പുഴുങ്ങിയ വെജിറ്റബിളും അവിച്ച വെജിറ്റബിളും ചുട്ട ഇറച്ചിയും ഞാൻ ബീഫ് സ്റ്റേക്ക് എന്ന് വിളിക്കുമ്പോൾ അതിനെ ഗ്ലോറിഫൈ ആവുന്നത്. can I give you some rice porridge എന്ന് പറയുമ്പോൾ കഞ്ഞിയാ. ബേസിക്കലി ഓട്സും കഞ്ഞിയാ, പാലൊഴിച്ച കഞ്ഞി. ഇതിനെ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് പുച്ഛം. ഇത് നേരത്തെ ഇത് ഈ കേരളത്തിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതൊരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ട്രാവൽ. കാരണം എന്താ, ഇവിടുത്തെ വിദ്യാഭ്യാസം തുടങ്ങി വെച്ചത്, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്തത് ഇംഗ്ലണ്ടാണ്, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇംഗ്ലണ്ടാണ്. അപ്പൊ അവർക്ക് നമ്മളോട് എന്നും പുച്ഛമായിരുന്നു. നമ്മളെ വേഷവിധാനങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടും എല്ലാം പുച്ഛമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം പോലും അതാണ്. ഇപ്പൊ താങ്കളെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം, താങ്കളെ ഞാൻ കാർപ്പൻറ്റർ എന്ന് വിളിച്ചാൽ പ്രശ്നമല്ല, എടാ ആശാരി എന്ന് വിളിച്ചാൽ ജാതിപ്പേര്, അതിശയമായി. അപ്പൊ ഇതിനകത്ത് എന്താ തെറ്റ്? ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ വൈദ്യരെന്ന് പറയാം, ഇപ്പം വൈദ്യർ കുടുംബം എന്ന് വിളിക്കാം, ഇല്ല ഇപ്പം തെങ്ങേത്തുകാരനാണ്, ഇപ്പം കൊട്ടി എന്ന് വിളിക്കാം. അതിനകത്ത് എന്താ തെറ്റെന്താണ്? നിങ്ങളെ കാഴ്ചപ്പാടുകളിലാണ് തെറ്റ്. സത്യമായ കാര്യം അത്. എൻ്റെ മലയാള ഭാഷയ്ക്ക് ഒരു തെറ്റുമില്ല. ഇപ്പം ഈ തലയിലിരിക്കുന്ന സാധനത്തിന് മയിരെന്നാ പറയുന്നത്, ആണോ അല്ലയോ? ഇന്ന് അത് നഷ്ടപ്പെട്ട, ഇന്ന് ഏറ്റവും എക്സ്പെൻസീവ് 1.5 ലക്ഷം രൂപ അല്ലാണ്ട് ഈ സാധനം വിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ മയിര് വിലയെന്ന് പറഞ്ഞാൽ ഇന്ന് ഗോൾഡിന്റെ വിലയാണ്. ആണോ അല്ലയോ? അപ്പൊ ഒരുത്തനെ അതല്ലേ തിരിച്ചറിയണം. അല്ല, പക്ഷെ നമ്മൾ നമ്മുടെ തെറികളെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട്. അപ്പൊ പുലിയാടി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പുലിയാടി എന്ന് പറയുമ്പോൾ വേറെ വലിയ തെറിയാന്ന് പറയും. ശരിക്കും പച്ച മലയാളത്തിൽ നെല്ലാണത്, അർത്ഥം വെച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഓരോ ഭാഷ്യങ്ങളുണ്ട്, ഓരോ ഡയലക്ട് വെച്ച് മാറിക്കൊണ്ടിരിക്കും. ടോണി ചേട്ടാ, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കിഴങ്ങ് ഇപ്പൊ വിളിക്കുന്ന ഒരു ടോൺ ഉണ്ടല്ലോ, പോടാ കിഴങ്ങ എന്നാ വിളിക്കുന്നത്. അപ്പോഴാണ് അത് കിഴങ്ങ് തെറിയാവുന്നത്. നീ പോടാ, ഇപ്പൊ ശശി വിളിക്കുന്നതല്ല, ശശിയിൽ എന്തോ തെറി. എത്രയോ സുന്ദരമായ പേരാ വേണ്ടി വന്നല്ല അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അതെ. ഇപ്പൊ കപ്പ ചെറുതായി, ഇപ്പൊ എൻ്റെ നാട്ടിലെ തെങ്ങുകൾ അല്ലേ, എൻ്റെ നാട്ടിലെ പരിശുദ്ധമായ 1 ലിറ്റർ തെങ്ങുകൾ ഈ പറയുന്ന ഗ്രീസിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ വരുന്ന വൈൻ, ഇതിലേതിലാണ് പവിത്രതയുള്ളത്? പവിത്രത എന്തുകൊണ്ടും കള്ളില് അല്ലേ? വെള്ളം ചേർക്കാതെടുത്തോ അമൃതന് സമമാ നല്ലിളം കള്ള്, പണ്ട് കവി അല്ലേ? അതെ. അപ്പൊ ആ വൈനിന് 4000 രൂപ 5000 രൂപ. ഇവിടെ ഇറ്റലിയിലെ സായിപ്പുണ്ടോ? എന്റെ നാട്ടില് വേലായുധെണ്ണം ചെത്തിയ കള്ളിന് 150 രൂപ 200 രൂപ മാക്സിമം. ആ തോട്ട് പ്രോസസ് മാറണോ? വീണ്ടും എന്റെ ചോദ്യം, ഏതിനാണ് പവിത്രതയുള്ളത്? എന്റെ നാട്ടിലെ, നമ്മുടെ കേരളത്തിന് ഇതിനെ ഷോക്കേസ് ചെയ്യുന്നത്, ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നാളെ ഇതെല്ലാം പോകുമ്പം കോക്കനട്ട് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടോന്നൊരു കാര്യമുണ്ടോ? ഇല്ല. നഷ്ടപ്പെടാതെ നോക്കുക. ശരിക്കും അത് സത്യമായ കാര്യം. കോക്രോച്ച് പോലെ കോക്കനട്ട് ജനതാ പാർട്ടി വരേണ്ട സമയമായിരിക്കുന്നു. അല്ല, കേരളത്തിൽ തെങ്ങുകളില്ലാത്ത കാലമായി വന്ന് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ പലയിടത്തും ഇത് കൂടുതൽ തെങ്ങുകളാണ് അല്ലേ. നമുക്കിവിടെ തെങ്ങുണ്ടോ, അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, അതിന് കർഷകന് ലാഭം കിട്ടുന്നുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്. പണ്ട് പറയാറുണ്ട്, ഈ അവനവൻ്റെ വാ നാറുന്നു എന്നാണ് അവനവൻ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ലേ? കേരളം എന്ന സംസ്ഥാനത്ത് എൻ്റെ ചോദ്യം, 5 മണ്ടയടയ്ക്കാത്ത തെങ്ങ് ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുത്തയക്കാൻ പറ്റും? സത്യമാണ്.
ചെല്ലി കുത്തിയിട്ടുണ്ടാവും, ഉണ്ടാവും, ഇല്ലെങ്കിൽ മണ്ട അടച്ചിട്ടുണ്ട്. 5 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ പൂത്തൊലഞ്ഞ് വൃത്തിയായിട്ട് മരുന്നടിക്കാതെ നിൽക്കുന്ന 5 തെങ്ങുകൾ. അതുകൊണ്ട് ഇപ്പം ഡ്വാർഫ് തെങ്ങുകൾ ഇറക്കിയിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ബോട്ടണിയായിരുന്നു MSc ചെയ്തത്. അല്ല, ഇപ്പം ഈ വലിയ ഹൈറ്റിലുള്ള തെങ്ങുകളിൽ നമുക്ക് എവിടെ പോയി മരുന്നടിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ടാകാം ഒരു പക്ഷേ അതിനകത്ത്. ഇതിനെല്ലാം മരുന്നുണ്ടെന്നേ, ഉണ്ട്, മരുന്ന് സൂക്ഷിച്ചാൽ ഇതെല്ലാം ഉണ്ട്. അതെ അതെ. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും സലാല വരെ ഒന്ന് യാത്ര ചെയ്യണം. കേരളം എന്തെന്ന് കണ്ടിട്ട് വരാം. അതെ അതെ അതെ. അവിടെ തെങ്ങിനകത്ത് പ്രശ്നമില്ലല്ലോ, മണ്ടരി അടിക്കുന്നില്ല, ഇല്ലല്ലോ. ഇല്ല. ഇവിടെ ശ്രീലങ്കയിൽ പോയാൽ വൃത്തിയുള്ള തെങ്ങും കാണാം. ടിന്നിനകത്ത് അവര് തെങ്ങും കള്ളിനെ പാക്ക് ചെയ്യുന്ന നീര പോലെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചിരട്ട ബിസിനസ് അല്ലേ, അതെ, തൊണ്ട് ബിസിനസ് അല്ലേ, ശരിയല്ലേ? അതെ. നമ്മൾ കൽപുരുഷം എന്ന് പറയുന്ന തെങ്ങ് എന്താണ് തെങ്ങിന്റെ കളയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ തേങ്ങയും ബാക്കിയുള്ള വൃക്ഷത്തിൻ്റെ ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചേട്ടനറിയോ? വൈ കോക്കനട്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ ഫ്രൂട്ട്സ്? കോക്കനട്ടിൽ അതിൻ്റെ കെർണലാണ്, അതിൻ്റെ ന്യൂക്ലിയസ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്, എംബ്രിയോ. അതിലേറ്റവും പ്രോട്ടീൻ റിച്ച് ആണ്. വീണ്ടും ബാക്കിയുള്ള എല്ലാം കടിച്ചു തുപ്പിയിട്ട് ഇടുന്ന ഇതുകൊണ്ടാണ് കിളിക്കുന്നത്. അതെ, പവിത്രത നഷ്ടപ്പെടാതെ കുഴിച്ചിട്ടാൽ കിളിച്ചു വരുന്ന ഒരെണ്ണം ശ്രീഫൽ നമ്മുടെ സ്വന്തം തെങ്ങ് മാത്രമാണ്. അത് സത്യമാണ്, അത് കറക്റ്റ് കാര്യമല്ലേ. അത് പൊങ്ങായി വരുമ്പോൾ തന്നെ അതിന്റെ ന്യൂട്രിയൻ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. പിച്ചി പറിച്ചാൽ പോയില്ലേ, പോയി. അതിനെ പവിത്രത നഷ്ടപ്പെടാതെ ബാക്കിയെല്ലാം നമ്മൾ തിന്നിട്ട് അരി തുപ്പി ഇട്ടിട്ടാണ്. എച്ചിലിൽ നിന്നും മിച്ചത്തിൽ നിന്നും അഴുകിയിൽ നിന്നുമാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും. എൻ്റെ കേരളത്തിൻ്റെ തെങ്ങുണ്ടാവുന്നത്. അപ്പൊ എന്നെ തേങ്ങാപ്പാലെന്ന് വിളിച്ചാലോ, തേങ്ങാപ്പാല് എന്തെല്ലാം വെച്ചിട്ടാണ് ആൾക്കാരല്ലേ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഈ ലോകത്ത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എൻ്റെ കേരളത്തിലെ തെങ്ങും, പിന്നെ ഒന്ന് ഞാനും. രണ്ടിനും പവിത്രത നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് പവിത്രതയാണെന്ന് പലരും പറയാറുണ്ട്. ഞാൻ ഒരേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ എന്നെക്കാട്ടിയും കൂടുതൽ പിള്ളേരത് യൂസ് ചെയ്തു. അതെ, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അത് കൊള്ളാം, നല്ലതാണ്. നമ്മുടെ ഒരു യൂണിക്നെസ് ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ ജനങ്ങൾക്കൊരു ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ ഒരു കല്യാണം കഴിക്കണമെങ്കിലും താങ്കൾ ആദ്യം നോക്കുന്നത് ആ പെണ്ണിന്റെ പവിത്രതയല്ലേ, അല്ലേ? പവിത്രത എന്ന് പറയുന്നതാണ് ഒരു ഇപ്പൊ താങ്കളായിട്ട് ഫ്രണ്ട്ഷിപ്പ് നോക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് താങ്കൾ ക്വാളിറ്റി നോക്കും. ക്വാളിറ്റി അല്ലേ? ഒരു ചെറിയ വാക്കല്ല, അല്ലല്ല, അതിന് ഒരുപാട് നൈർമല്യം, ഒരുപാട് ഡെപ്ത് ഉള്ള ഒരു വാക്കാത്. ഞാൻ മുമ്പ് നമ്മൾ പാലിൻഡ്രോമിന്റെ കാര്യം പറഞ്ഞപ്പോൾ മലയാളം മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഒരുപോലെ ഇരിക്കും. അതുപോലെ ഞാൻ പണ്ട് പഠിച്ചിരിക്കുന്ന ഏറ്റവും ലോക ഭാഷയിലെ ഏറ്റവും വലിയ പാലിൻഡ്രോം ഉണ്ട്, സായിപ്പോ കൗപ്പിയാസ് എന്ന് പറയാം, ഐറിഷ് ലാംഗ്വേജിലുള്ള ആശയങ്ങൾ മോഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ആശയങ്ങൾ നമ്മൾ കടമെടുക്കുന്നതും മോഷ്ടിക്കുന്നതും രണ്ടാണ്. നമ്മൾ നമ്മുടെ ഒറിജിനാലിറ്റി എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്തിനാണ് കുറ്റം പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വെറ്റില നമുക്ക് ഇവിടെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അതെ, ഇവിടെ എല്ലാ മലയാളികളോടും പറയാണ്, നിങ്ങൾക്ക് ഡൈജഷനെ സഹായിക്കാൻ നിങ്ങൾ ഊണ് കഴിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ടോ ഉച്ച നേരത്ത് ഒരു വെറ്റില ചവയ്ക്കും. ഞാൻ അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ മധുരയിൽ ഇടയ്ക്കുന്ന ട്രാവൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. വയറ് നിറച്ച് കഴിച്ചു. നമ്മൾ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു IASകാരൻ്റെ അടുത്ത് പോയതാണ്. ഒരുപാട് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളാകെ മട്ടനും മീറ്റെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ അത് നമുക്കൊരു വെറ്റിലയുടെ ഒരു സംഗതി വന്നു. എനിക്കത് കഴിച്ചാൽ ഛർദ്ദിക്കുമോ ഇല്ലെന്നൊരു പേടിയാണ്. കഴിച്ചിറക്കിക്കൊള്ളാൻ പറഞ്ഞു. സ്വീറ്റാണ്. അത് കഴിച്ചിറക്കിയിട്ട് ഞങ്ങളൊരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം റിലാക്സ്ഡ് ആയി. ഭയങ്കര ഫീൽ. അത് ഇതൊരു കൂട്ടാണ്. നമുക്ക് അതെ, വെറ്റിലയ്ക്കകത്ത് പൊടി ശർക്കര ഇടുക, തേങ്ങാപ്പീര ഇടുക, വേറെ ഒന്നും വേണ്ട. ഫോൾഡ് ചെയ്യുക. തേങ്ങയുടെ മറ്റേ കൊത്ത് പോലത്തെ ചീളുണ്ടെങ്കിൽ അത്രയും നല്ലത്. തേങ്ങാപ്പീര ആയാലും മതി. എന്നിട്ട് ഫോൾഡ് ചെയ്യുക, കഴിക്കുക. ആ ശർക്കരയുടെ ഒരു മധുരവും ആ തേങ്ങാപ്പീരയും ആ വെറ്റിലയും മാത്രം ആർക്കും കഴിക്കാം. ഞാനീ പറഞ്ഞല്ലോ, ഈ പണ്ട് വൈദ്യര് ചികിത്സയ്ക്ക് വൈദ്യര് വലിയ വൈദ്യര് വന്നിരിക്കുന്ന സമയത്ത് ഈ പേഷ്യൻസ് വന്നിരിക്കും. അന്ന് വലിയ വൈദ്യര് ആദ്യം പറയുന്ന മന്ത്രം, തള്ളയെ തല്ലിയവനും തള്ളയെ ചീത്ത വിളിച്ചവനും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം, ഇവനൊന്നും ഒരു മരുന്നും വലിക്കില്ല എന്ന്. അതേപോലെ അങ്ങനെയുള്ളവന്മാർക്ക് ഇതൊന്നും എനിക്ക് നിർബന്ധമില്ല. അല്ലാത്തവരൊക്കെ കഴിച്ച. പക്ഷെ അലോപ്പതിക്കാർ ഇതിനെ കുറ്റം പറയുമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ അലോപ്പതി എന്നാ ഉണ്ടായത്. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുക, നല്ലതെടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബ്രദറിന് ഇല്ലാത്ത ഗുണങ്ങൾ എനിക്ക് കാണും, എനിക്കുള്ള ഗുണങ്ങൾ ബ്രദറിന് കാണും. പക്ഷെ ഞാൻ ബ്രദറിനെ കാട്ടിയും ബെറ്റർ ആണെന്നും ഞാൻ ബ്രദറിനെ കാട്ടിയും മോശമാണെന്നും കളിക്കുന്ന കമ്പാരിസൺ. നമുക്ക് എന്ത് കേൾക്കണം അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിന്റെ സിമ്പിൾ എക്സാമ്പിളാണ് ടോണി ചേട്ടൻ
നാളെ ഒരു വെള്ള അംബാസഡർ കാറ് വാങ്ങിക്കണോ തീരുമാനിക്കുക. ടോണി ചേട്ടൻ എന്നൊക്കെ തീരുമാനിക്കും, വെള്ള തലയ്ക്ക് പിടിച്ച്. പിന്നെ ടോണി ചേട്ടൻ റോഡിലോട്ട് ഇറങ്ങിയാൽ മൊത്തം വെള്ള അംബാസഡർ കാണുള്ളൂ. അപ്പോൾ നമ്മൾ നാരിത്തരം മാത്രമേ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതാണ് അന്വേഷിക്കുന്നത്. മാത്രം അന്വേഷിക്കുന്ന സത്യം 100%. എല്ലാ സ്കൂളുകളിലും ഒരു കുക്കിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവണം. എല്ലാ സ്കൂളുകളിലും നിങ്ങൾ മോറൽ സയൻസ്, പിന്നെന്താ ഡ്രില്ല്, PT, 1 അവർ കുക്കിംഗ് പരിചയം, പാചക പരിചയം എന്നും പറഞ്ഞൊരു ക്ലാസ്. അപ്പം യഥാർത്ഥത്തിൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ മലയാളിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഷെഫ് നളൻ്റെ ഒരു ടിപ്പുണ്ടോ? അല്ല, എനിക്ക് ഒറ്റ ടിപ്പേ ഉള്ളൂ, അളന്ന് ജീവിക്കുക, അളന്ന് കഴിക്കുക. ഓക്കെ.